ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. സോ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നു, അപ്പോൾ മുതൽ നിങ്ങൾക്കിത് കണക്റ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മൈൻഡിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക. സോ ഇവിടെ ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് Wands ആണ്. സെക്കൻഡ് കാർഡ് നൈറ്റ് ഓഫ് Wands ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, തേർഡ് കാർഡ് നൈറ്റ് ഓഫ് സോർട്സ്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് നമുക്കിവിടെ കാണാം 4 ഓഫ് Wands ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ ഇവിടെ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആണ്, ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലാണ്. സോ എന്തൊക്കെ ഇൻഫ്ലുവൻസസ് വന്നാലും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന, അതാണ് നമുക്ക് ഫസ്റ്റ് കാർഡിൽ കാണാൻ പറ്റുന്ന ആ ഒരു ഫൈറ്റ് ചെയ്യുന്നത്. ആ ഒരു വോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് പാഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പാഷൻ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു സിൻസിയറിറ്റി, ലവ്, ട്രസ്റ്റ്, അതൊക്കെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. സെക്കൻഡ് കാർഡിൽ നോക്കുമ്പോഴത്തേക്ക് നൈറ്റ് ഓഫ് Wands ആണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് Wands എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ്, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. റിലേഷൻഷിപ്പിൽ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിട്ടുള്ള ഒരു കാർഡാണ് നമുക്ക് കാണുന്നത്. പിന്നെ തേർഡ് കാർഡ് നോക്കുമ്പോഴത്തേക്കും നൈറ്റ് ഓഫ് സ്പോർട്സ് ആണ്. അതായത് അദ്ദേഹം ബുദ്ധിപരമായി അദ്ദേഹത്തിൻ്റെ തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ രീതിയിലുള്ളൊരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അത് മൈൻഡ് ആക്കുന്നില്ല എന്ന് വേണം പറയാൻ. അദ്ദേഹം നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആണ്. ഓക്കെ, ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലാണ്. സോ നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ കാണാം 4 ഓഫ് Wands വന്നിരിക്കുന്നത്. വീണ്ടും ആ Wands ആണ് വന്നിരിക്കുക. ആ Wands എന്ന് പറയുമ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഷനാണ്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, നിങ്ങളോടുള്ളൊരു ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടിട്ട് എന്താ പറയുക, ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു സക്സസ് ഇതാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത് ഏതോ തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെതിരെ ഉള്ള ആക്ഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്, നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ പാർട്ട്ണറിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റിന് സാധ്യതയുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം. രണ്ട് സൈഡിൽ നിന്നും ക്ലാരിറ്റി വേണം. എങ്കിലേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തുള്ളൂ.